കർണാടക നിയമസഭാ മന്ദിരത്തിലെ ഗുരുതര സുരക്ഷാ വീഴ്ചയിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ശോഭാ കരന്ദലജെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പരാതി നൽകി. നിയമസഭാ മന്ദിരത്തിന്റെ പരിസരത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയ സംഭവത്തിലാണ് പരാതി. പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കോൺഗ്രസിൽ കയറിപ്പറ്റിയതായും പരാതി ഉയരുന്നു. ശേഷമുള്ള ആഹ്ലാദ പ്രകടനത്തിനിടെ കർണാടക നിയമസഭാ മന്ദിരത്തിന്റെ പരിസരത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്ന് BJP ഇതിനോടകം പരാതി ഉന്നയിച്ചിരുന്നു. സംഭവത്തിൽ ബംഗളൂരു സിറ്റി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് കർണാടകയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ശോഭാ കരന്ദലജെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പരാതി നൽകിയത്. കോൺഗ്രസിന്റെ MP സയ്യിദ് നാസർ ഹുസൈന്റെ അനുയായികളാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നിയമസഭാ മന്ദിരത്തിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര സുരക്ഷാ വീഴ്ചയുണ്ടായെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നുഴഞ്ഞു കയറിയതായും ഇക്കാര്യത്തിലും വിശദമായ അന്വേഷണം വേണമെന്നും ശോഭാ കരന്ദലജെ ആവശ്യപ്പെട്ടു. ജനം, ഡൽഹി.